നമസ്കാരം. ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഏത് കിതാബിലുള്ളതാണെന്ന് ചോദിച്ചാലൊന്നും എനിക്ക് പറയാൻ അറിയില്ല. കാരണം എൻ്റെ എല്ലാം പ്രായത്തിലുള്ള ആളുകൾ ചെറുപ്പത്തിൽ സ്കൂളിൽ പോയിരുന്ന സമയത്ത് അവിടുന്ന് കിട്ടിയ ഒരു വാമൊഴിയായിട്ടുള്ള അറിവ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാവുന്നതാണ്. കാരണം അന്നൊക്കെ അധ്യാപകർ ക്ലാസ് എടുക്കുമ്പോൾ ഒരു പാഠം, മലയാളത്തിൻ്റെയൊക്കെ ഒരു പാഠം എടുക്കുകയാണെങ്കിൽ ആ പാഠഭാഗം ഏതിൽ നിന്നാണ്, ആ സിലബസിലുള്ള ആ പാഠഭാഗം ഏത് പുസ്തകത്തിൽ നിന്നാണ് എടുത്തത് എന്നതിനെക്കുറിച്ചുള്ള ആ ബിബ്ലിയോഗ്രാഫിനെ പറ്റിയിട്ടൊക്കെ കാര്യമായിട്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ട് അതിൻ്റെ വിശദീകരണങ്ങൾ, അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞാൽ ഈ സിലബസിലുള്ളതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അവർ അതിനകത്തുനിന്ന് പറഞ്ഞു തരുമായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ഏതെല്ലാം പുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടാണ് ഇപ്പോൾ അവർ പറഞ്ഞു തന്നപ്പോൾ ഞങ്ങൾക്കാർക്കും പറയാൻ പറ്റില്ല. കാരണം വയസ്സ് ഇത്രയായി, ചെറുപ്പത്തിൽ കഴിഞ്ഞ കാര്യങ്ങളാണ്. പക്ഷേ അതിലെ അറിവുകൾ ഞങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടാവും. അത് ഏത് പുസ്തകത്തിൽ നിന്ന് എടുത്തു എന്നുള്ളതല്ല, അത് അതിൽ നിന്ന് കിട്ടിയ അറിവ് എന്ത് എന്നുള്ളത് ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടാവും. അപ്പോൾ അത് യുവജനങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെ എല്ലാം പ്രായമുള്ളവർക്ക് എല്ലാവർക്കും ഇപ്പോൾ അത് അറിയുന്ന കാര്യങ്ങളാണ്. എന്നാലും ഇപ്പം സമൂഹത്തിനൊരു ആവശ്യമായി വന്നുകൊണ്ട് ഇപ്പോൾ അത് യുവജനങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ അറിവെന്ന് വെച്ചാൽ ഇപ്പം നമ്മളെ ഹിന്ദു മതത്തിലെ ആധികാരിക ഗ്രന്ഥം ഏറ്റവും പഴയത് എന്ന് പറയുന്നത് ഋഗ്വേദമാണ്. അതിൽ നിന്നാണ് പിന്നെ ഹിന്ദുമതം രൂപപ്പെട്ട് അങ്ങനെ വരുന്നത്. അതിൻ്റെ കൈവഴികളായിട്ട് ഒരുപാട് മതഗ്രന്ഥങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഹിന്ദുമതത്തിനുണ്ടായി. അങ്ങനെയാണ് ഏറ്റവും ബേസിക്കലായിട്ടുള്ളത് ഈ ഋഗ്വേദം. ഈ ഋഗ്വേദം രചിച്ചിരിക്കുന്നത് ഒരു വ്യക്തിയല്ല, ഒരു കൂട്ടം മുനിമാരും മറ്റ് സന്യാസിമാരും അതുപോലെ തന്നെ സമൂഹത്തിലെ വിവിധ ചിന്താശക്തിയുള്ള ആളുകളെല്ലാവരും കൂടിയിട്ട് ഒരു സമൂഹത്തിന് ആവശ്യമായ കാര്യങ്ങൾ എഴുതി വെച്ചതാണ് ഈ ഋഗ്വേദം എന്ന് പറയുന്ന ഒരു സമൂഹം എങ്ങനെ മുന്നോട്ട് ഭംഗിയായിട്ട് കൊണ്ടുപോകണം എന്നതിനെ കുറിച്ചിട്ടുള്ള വിശദീകരണങ്ങൾ. അപ്പോൾ ഈ ഋഗ്വേദം അങ്ങനെ സൃഷ്ടിച്ച സമയത്ത് പിന്നെ അതിൻ്റെ കൈവഴികളായിട്ട് ഒരുപാട് മതഗ്രന്ഥങ്ങളൊക്കെ രൂപപ്പെട്ട് അങ്ങനെ വരികയും ചെയ്തു. അപ്പോൾ ഈ സമയത്ത് ജാതി അതിൽ സൃഷ്ടിക്കപ്പെട്ടിരുന്നില്ല. പക്ഷേ അവർ പറഞ്ഞിരുന്നത്, ഈ ഋഗ്വേദത്തിലും അതിൻ്റെ ഒക്കെ സൃഷ്ടകർത്താക്കൾ പറഞ്ഞിരുന്നത് പൂജ ചെയ്യുന്നവൻ ബ്രാഹ്മണൻ, രാജ്യം കാക്കുന്നവൻ ക്ഷത്രിയൻ, അതുപോലെ തന്നെ താഴേക്കുള്ള നായർ, പോലേര്, പറയർ, അങ്ങനെയല്ല ഓരോരുത്തരും അവർ ചെയ്യുന്ന ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ പേരാണ്. അതായത് പൂജ ചെയ്യുന്നവൻ ബ്രാഹ്മണൻ, ഇപ്പോൾ ക്ഷത്രിയൻ പോയിട്ട് പൂജ ചെയ്താലോ അയാളും ബ്രാഹ്മണനായി. അതുപോലെ തന്നെ വൈശ്യനോ ശൂദ്രനോ അല്ലെങ്കിൽ പുലയനോ പറയനോ നായരോ ആര് പൂജ ചെയ്യുന്നോ ആ പൂജ ചെയ്യുന്നവൻ ബ്രാഹ്മണൻ. അതുപോലെ തന്നെ രാജ്യം കാക്കുന്നത്, അതിപ്പോൾ പുലയനായാലും പറയനായാലും ബ്രാഹ്മണനായാലും ആരായിരുന്നാലും രാജ്യം കാക്കുന്നവൻ ക്ഷത്രിയൻ. അങ്ങനെയായിരുന്നു അന്നത്തെ സൃഷ്ടി ഉണ്ടായിരുന്നത്. അല്ലാതെ ഇന്ന ആൾക്ക് ഇന്ന പണി ചെയ്യണം എന്നുള്ളതല്ല. ചെയ്യുന്ന പണിക്ക് ആ ഒരു പണി ചെയ്യുന്ന ആളിന് ഇങ്ങനത്തെ ഒരു പേര് കൊടുക്കുക, അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് അത് കൈവഴികളായി വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തായി, ഇത് തലമുറകളായിട്ട് ഈ തൊഴിലുകൾ അങ്ങനെ കൈമാറി വന്നു. തലമുറകളായി കൈമാറി വന്നപ്പോൾ സന്തതി പരമ്പരകളിലേക്ക് ഇത് മാറിയപ്പോൾ ഒരു തൊഴിൽ ചെയ്യുന്നവൻ മറ്റേ തൊഴിലിലേക്ക് പോകാതെയായി. കാരണം അവർക്ക് അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് പോകാൻ ശ്രദ്ധിക്കാനുള്ള സമയം കിട്ടില്ല. അങ്ങനെ ഓരോരുത്തരും അവരവരുടെ തൊഴിലിൽ അങ്ങനെ വ്യാപൃതരായി. അങ്ങനെ ഓരോ സെക്ഷനായിട്ട് ഈ തൊഴിൽ മേഖല അങ്ങ് തിരിഞ്ഞു. ആ തൊഴിൽ മേഖല തിരിഞ്ഞപ്പോൾ പിന്നെ ഇതൊരു കുലത്തൊഴിൽ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. അങ്ങനെ ബ്രാഹ്മണരുടെ കുലത്തൊഴിൽ പൂജ ചെയ്യൽ, അതുപോലെ തന്നെ ക്ഷത്രിയൻ്റെത് രാജ്യം കാക്കൽ, അതുപോലെ ഓരോരുത്തരെയും നായരുതും പുലേൻ്റെയും പറയേൻ്റെ എല്ലാം ആയിട്ട് ഇങ്ങനെ താഴേക്ക് ഓരോരുത്തർക്കും അത് കുലത്തൊഴിൽ എന്ന രീതിയിൽ വന്നു. പിന്നെയാണ് ചാതുർവർണ്ണയം ഉണ്ടാകുന്നത്. ഈ ചാതുർവർണ്ണയം അതിന് ശേഷമാണ് ഈ ചാതുർവർണ്ണയത്തെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടാകുന്നത്. ഈ ചാതുർവർണ്ണയം വന്നപ്പോൾ എന്തായി, ബ്രാഹ്മണൻ പൂജ ചെയ്യുന്നു, പൂജ ചെയ്യുന്നവൻ ബ്രാഹ്മണൻ എന്നത് മാറിയിട്ട് ബ്രാഹ്മണൻ പൂജ ചെയ്യുന്നു, അതുപോലെ ക്ഷത്രിയൻ രാജ്യം കാക്കുന്നു, രാജ്യം കാക്കുന്നവൻ ക്ഷത്രിയൻ എന്നത് പോയിട്ട് ക്ഷത്രിയൻ രാജ്യം കാക്കുന്നു. ആ രീതിയിലേക്ക് അങ്ങോട്ട് വന്നപ്പോഴാണ് ഈ ചാതുർവർണ്ണയത്തിന് ശക്തി കൂടിപ്പോയത്. അങ്ങനെ ചാതുർവർണ്ണയത്തിന് ശക്തി കൂടി അവർണ്ണനും സവർണ്ണനും തമ്മിലുള്ള സംഘടനകളൊക്കെ കൂടി വന്നു. അവർണ്ണൻ ചവിട്ടി അരക്കപ്പെടുന്ന ഒരു ഘട്ടത്തിലേക്കൊക്കെ എത്തി. ആ സമയത്താണ് പിന്നെ ശ്രീനാരായണ ഗുരുവും അതുപോലുള്ള നവോത്ഥാന നായകന്മാരൊക്കെ രംഗത്ത് പ്രവേശിക്കുന്നത്. അവരുടെ ശ്രമം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ ആദിമ ഹിന്ദുവിലേക്ക് ഈ ഹിന്ദുമതത്തെ കൊണ്ടുപോകുക എന്നതായിരുന്നു. അതായത് പൂജ ചെയ്യുന്നവൻ ബ്രാഹ്മണൻ എന്ന ഒരു ഘട്ടത്തിലേക്ക് തന്നെ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുക എന്ന ഉദ്ദേശത്തിലാണ് ശ്രീനാരായണ ഗുരു ഈ മന്ത്രതന്ത്രങ്ങളൊക്കെ പഠിച്ച് ഒരുപാട് ക്ഷേത്രങ്ങളൊക്കെ പ്രതിഷ്ഠയൊക്കെ നടത്തി അങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങളൊക്കെ നിർമ്മിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ ആ ഒരു ഘട്ടത്തിലേക്ക് വീണ്ടും കാര്യങ്ങൾ കൊണ്ടെത്തിക്കുക, ജാതി ചിന്തകളില്ലാത്ത ആ ഒരു പഴയ, അതായത് ഏതൊരാൾക്കും ഏതൊരു പണിയും ചെയ്യാം എന്ന ആ ഒരു ഘട്ടത്തിലേക്ക് കൊണ്ടെത്തിക്കുക എന്നതായിരുന്നു ശ്രീനാരായണ ഗുരുദേവനെ പോലുള്ളവരുടെ ആശയങ്ങൾ. അതിനുവേണ്ടിയായിരുന്നു അവർ ശ്രമിച്ചിരുന്നത്. ഏതായാലും അവരുടെ ശ്രമം വളരെയധികം വിജയം കണ്ടു. അങ്ങനെ ഒരുപാട് ചാതുർവർണ്ണയത്തിൻ്റെ ആ ഒരു ശക്തി കുറഞ്ഞു വന്നു. ഇന്നൊക്കെ ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികളോട് നിന്റെ ജാതി ഏതാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ വീട്ടിൽ പോയിട്ട് അച്ഛനോട് ചോദിക്കണം, അല്ലെങ്കിൽ അമ്മേനോട് ചോദിക്കണം, അല്ലെങ്കിൽ എൻ്റെ റെക്കോർഡ് നോക്കണം എന്ന് പറയേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്തി. കാരണം കുട്ടികൾക്ക് അറിയുന്നില്ല അവരെ ഏത് രീതിയിലാണ് അവരുടെ ജാതി എന്നൊന്നും. ആ ഒരു ചിന്തയെല്ലാം മാറി. ഇപ്പോൾ പൊലേനും പറയനും തമ്പുരാനും എല്ലാവരും ഒരേ ബെഞ്ചിലിരുന്നു ഒരേപോലെ പഠിച്ച് അങ്ങനെ പോവുകയാണ്. അവർക്ക് ജാതി ചിന്തേനെ പറ്റിയിട്ട് ഒന്നും അറിയില്ല. പക്ഷേ അങ്ങനെയുള്ള കുട്ടികളിലേക്കാണ് ഇപ്പോൾ
കുറച്ച് ആളുകൾ ഈ ജാതി വിഷം കുത്തിവെക്കുന്നത്. പൊറയനുണ്ട്, പൊലയനുണ്ട്, തമ്പുരാനുണ്ട്, ആനുണ്ട്, ജേനുണ്ട് എന്നും പറഞ്ഞിട്ട് അവരിലേക്ക് ഈ വിഷം കുത്തിക്കയറ്റിക്കൊണ്ടിരിക്കുന്നത്. ആ കുട്ടികൾ വളർന്നു വരുമ്പോഴത്തെ ആ ഒരു അപകടാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. ആ കുട്ടികൾ വളർന്നു വരുമ്പോഴാണ് ഇവിടെ ശരിക്കുള്ള ചാതുർവർണ്ണ്യം നിലനിൽക്കാൻ പോകുന്നത്. ഈ വിഷം കുത്തിവെക്കൽ കണ്ടതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചത്. കാരണം ഇത് ഭാവിയിൽ വളരെ വലിയ വിപത്തിന് ഇവിടെ കാരണമാകും. ആ പഴയ നൂറ്റാണ്ടിലേക്ക്, ആ ചാതുർവർണ്ണയത്തിൻ്റെ ആ ഭീകരാവസ്ഥയുള്ള ആ ഒരു നൂറ്റാണ്ടിലേക്ക് നമ്മളെ കുട്ടികളൊക്കെ ഭാവിയിലായി പോകും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ ഈ അവർണർ പറയുന്നത് എന്ന് വെച്ചാൽ അവർക്ക് അർഹതപ്പെട്ട അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് അവർ അകറ്റപ്പെടുന്നു എന്നതാണ് അവരുടെ ഏറ്റവും വലിയ പരാതി. അതാണ് ഇപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനായിട്ട് അവർ സ്റ്റേജിൽ കയറിയിട്ട് ഇപ്പോൾ പ്രസംഗിക്കുക, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ സവർണനെ മുഴുവൻ തെറി പറയുക, അതുപോലെ സവർണർക്കെതിരെ തമ്പുരാക്കന്മാർക്കെതിരെയൊക്കെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ആഞ്ഞടിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. കാരണം ഇത് ജനാധിപത്യ രാജ്യമാണ്. ഈ ജനാധിപത്യ രാജ്യത്തിൽ ഒരു ആളിനെ അധികാരത്തിൽ നിന്ന് ആട്ടി ഓടിക്കാനോ അല്ലെങ്കിൽ ആട്ടി അകറ്റാനൊന്നും ഒരു മതത്തിനോ അല്ലെങ്കിൽ ഒരു സവർണനോ അവർണനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അങ്ങനെയുള്ള ഒരു സംഭവത്തിനും കഴിയില്ല. ഇവിടുന്ന് അധികാരത്തിൽ നിന്ന് നിങ്ങളെ അകറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രമേ കഴിയുള്ളൂ. ഈ രാഷ്ട്രീയ പാർട്ടികളിൽ സവർണ മേധാവിത്വം വരുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി നിങ്ങൾ തന്നെയാണ്. കാരണം സവർണ മേധാവിത്വം വരുന്ന പാർട്ടികളിൽ നിന്ന് നിങ്ങൾ ഒഴിവായി പോകണം. എന്നിട്ട് സവർണ മേധാവിത്വം ഇല്ലാത്ത പാർട്ടിയിലേക്ക് പോകണം. ഇനിയിപ്പോൾ എല്ലാ പാർട്ടിയിലും സവർണ മേധാവിത്വം ഉണ്ടെന്നുണ്ടെങ്കിൽ സവർണ മേധാവിത്വം കുറഞ്ഞ പാർട്ടി ഏതോ അതിൽ നിങ്ങൾ ആദ്യം കയറി ഇടം പിടിക്കണം. എന്നിട്ട് അപ്പം മറ്റ് പാർട്ടിക്കാർ നോക്കും, അവരും സവർണ മേധാവിത്വം കുറയ്ക്കും. പിന്നെ അവർ ഇവരെക്കാളും കുറയുന്ന സമയത്ത് ഇവരിൽ നിന്ന് അങ്ങോട്ട് മാറണം. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിങ്ങളെ താല്പര്യത്തിനനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്ന പാർട്ടിയിലേക്ക് നിങ്ങൾ മാറിക്കൊണ്ടേയിരിക്കണം. ഞാൻ ജനിച്ചുപോയി ഈ പാർട്ടിയിൽ, അതുകൊണ്ട് ഞാൻ മരിക്കുന്നവരെ ഈ പാർട്ടിയിൽ നിൽക്കൂ എന്ന് നിങ്ങൾ വാശി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പാർട്ടിയിൽ തീർച്ചയായിട്ടും സവർണ മേധാവിത്വം വരും. അവർ നിങ്ങളെ ചവിട്ടി അരച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അതിന് സമൂഹത്തിൽ വന്നിട്ട് സാധാരണ സവർണരെ ഒന്നും തെറി വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇവിടെ സ്റ്റേജിൽ കയറിയിട്ട് നിങ്ങൾ നല്ല 4 തെറി പറയുന്നു, എല്ലാവരെയും സവർണരെ അടക്കി ചീത്ത പറയുന്നു, തമ്പുരാക്കന്മാരെ ചീത്ത പറയുന്നു. അവിടുന്ന് ഇറങ്ങിപ്പോയിട്ട് ഈ നിങ്ങളെ ഈ അധികാരത്തിൽ നിന്ന് അകറ്റുന്ന ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കൊല്ലാനും ചാകാനും പോകുന്നു. പിന്നെ എവിടുന്നാണ് അത് പ്രാക്ടിക്കലായിട്ട് അതൊന്നും പിന്നെ നിങ്ങൾക്കത് ഉപകാരപ്പെടില്ല. ഇങ്ങനത്തെ തെറിവിളികളൊന്നും ഉപകാരപ്പെടില്ല. നിങ്ങൾ പൊളിറ്റിക്കലായിട്ട് ജനാധിപത്യ രാജ്യത്ത് എപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾക്കാണ് പ്രാധാന്യം. രാഷ്ട്രീയ പാർട്ടികളാണ് നമ്മളെ ജീവിതമൊക്കെ നിശ്ചയിക്കുന്നത്, അല്ലാതെ അവർണനോ സവർണനോ ജാതിയോ മതമോ ഒന്നുമല്ല. അതുകൊണ്ട് നിങ്ങൾ ആദ്യം വേണ്ടത് ഈ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെയാണ് നീങ്ങേണ്ടത്, അല്ലാതെ സവർണർക്കെതിരെയല്ല. നിങ്ങളെ അധികാരങ്ങളിൽ നിന്ന് അകറ്റുന്നത് ഈ രാഷ്ട്രീയ പാർട്ടികളാണ്. അതുകൊണ്ട് ഒന്നുകൂടി പറയുന്നു, ഈ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെയാണ് നിങ്ങൾ നീങ്ങേണ്ടത്. സവർണർ അവിടെ സമൂഹത്തിൽ ജീവിച്ചോട്ടെ, അവർ നിങ്ങളെ ഒന്നും ചെയ്യുന്നില്ല. ഈ രാഷ്ട്രീയ പാർട്ടികളാണ് നിങ്ങളെ പ്രശ്നത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. ആ രാഷ്ട്രീയ പാർട്ടികളെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയും. ഇതുപോലെ തന്നെ സവർണ മേധാവിത്വമുള്ള പാർട്ടികൾ തിരഞ്ഞെടുത്ത് അതിലേക്ക് മാറാനായിട്ട് നിങ്ങൾ തയ്യാറാകുകയാണെങ്കിൽ ഈ ജാതി വ്യവസ്ഥ ക്ലിയറായിട്ട് നമുക്ക് ഇവിടുന്ന് മാറ്റിയെടുക്കാനൊക്കെ ആവും.